പ്രിയ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വരാൻ പോകുന്ന നാസ് എക്സാമിന് 3-ാം ക്ലാസ്സിൻ്റെ നിലവാരത്തിൽ ചോദിക്കുന്ന മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ചില ചോദ്യങ്ങളാണ്. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് കൃത്യമായ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ കൂടുതലായിട്ടും സീസിലും നാസിലും കണ്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പാരഗ്രാഫ് നന്നായി വായിക്കണം. നന്നായി വായിച്ച് മനസ്സിലാക്കി അത് കോംപ്രിഹെൻഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ആദ്യം തന്നിരിക്കുന്ന പാരഗ്രാഫ് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കാം. ആമിനയും ശാലുവും ഉച്ചയൂണ് കഴിഞ്ഞ് പുറത്തിറങ്ങി. സ്കൂളിൻ്റെ അടുക്കളയിൽ അവർ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവർ എന്നും അതെടുത്ത് നോക്കും. ഇന്നും അതിനാണ് പോകുന്നത്. അടുക്കള വരാന്തയിലെ ജനലിൻ്റെ പൊത്തിൽ നിന്ന് ആമിന അതെടുത്തു. ഒരു മത്തൻ കുരു. ഉള്ളം കയ്യിൽ വെച്ച് ആമിന കുരുവിനെ ശാലുവിന് കാട്ടിക്കൊടുത്തു. ശാലുവിന് കൗതുകം. അവൾ തിരിച്ചും മറിച്ചും നോക്കി. ഒറ്റത്തട്ട്. ശങ്കരൻ ഓടിപ്പോയി. കുരുത്തം കെട്ടവൻ. ആ കുരു തെറിച്ചുപോയി. ആമിന കരഞ്ഞു വിളിച്ചു, മത്തൻ ഗുരുവേ, നീ എവിടെയാണ്? അവൾ ചുറ്റും നോക്കി. ഒരിടത്തും കണ്ടില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആമിന വെള്ളം കുടിക്കാൻ അടുക്കളയിൽ വന്നപ്പോൾ ആരോ അവളെ വിളിക്കുന്നു. അവൾ ചുറ്റും തിരഞ്ഞു. ആരെയും കണ്ടില്ല. മുറ്റത്തിറങ്ങി നടന്നു. അതാ കൈകൾ ഉയർത്തി നിൽക്കുന്നു മത്തൻ വള്ളികൾ. ആമിനെ, ഇത് ഞാനാ, നീ ലാളിച്ച മത്തൻ ഗുരു. നിനക്ക് ഞാനൊരു സമ്മാനം തരാം. ദാ പിടിച്ചോ ഇവനെ, എൻ്റെ മത്തൻ കുട്ടനെ. സ്നേഹ സമ്മാനമായി ഒരു മുഴുത്ത മത്തൻ ആമിനയ്ക്ക് കൊടുത്ത് ആ മത്തൻ വള്ളികൾ ചിരിച്ചു. ഇതാണ് പാരഗ്രാഫ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സ്കൂളിൻ്റെ അടുക്കളയിൽ ആമിനയും ശാലുവും ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്ത്? എ മത്തൻ കുരു, ബി മത്തങ്ങ, സി കുമ്പളങ്ങ, ഡി മത്തൻ വള്ളി. കൃത്യമായിട്ട് പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. എന്തായിരുന്നു? മത്തൻ കുരു. ഓപ്ഷൻ എ മത്തൻ കുരു. രണ്ടാമത്തെ ചോദ്യം, ആമിന വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ആരോ അവളെ വിളിച്ചു. ആരാണ് ആമിനയെ വിളിച്ചത്? എ ശങ്കരൻ, ബി ശാലു, സി മത്തൻ വള്ളി, ഡി അമ്മ. കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കൂ. യെസ്, കറക്റ്റാണ്. ഓപ്ഷൻ സി മത്തൻ വള്ളി. മൂന്നാമത്തെ ചോദ്യം, തെറിച്ചുപോയ മത്തൻ ഗുരുവിന് എന്ത് സംഭവിച്ചു? എ അടുപ്പിൽ വീണു, ബി മുളച്ച് ചെടിയായി വളർന്നു, സി കിളി കൊണ്ടുപോയി, ഡി വെള്ളത്തിൽ ഒലിച്ചുപോയി. എന്താണ് സംഭവിച്ചത്? കഥയുടെ അവസാന ഭാഗത്ത് നമുക്ക് മനസ്സിലായി. യെസ്, ഓപ്ഷൻ ബി മുളച്ച് ചെടിയായി വളർന്നു. അടുത്ത ചോദ്യം, സ്നേഹ സമ്മാനമായി ആമിനയ്ക്ക് ഒരു മുഴുമത്തൻ ലഭിക്കാനിടയായത് എന്തുകൊണ്ട്? എ മത്തൻ ഗുരു അടുക്കളയിൽ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട്, ബി ആമിനയും ശാലുവും ഉച്ചഭക്ഷണം കഴിച്ചതുകൊണ്ട്, സി മത്തൻ ഗുരുവിനെ ലാളിച്ചതുകൊണ്ട്, ഡി മത്തൻ ഗുരു മണ്ണിൽ വീണ് മുളച്ചതുകൊണ്ട്. എന്തുകൊണ്ടാണ് നമുക്കറിയാം. എല്ലാ ദിവസവും അവർ പോയി മത്തൻ ഗുരുവിനെ ലാളിച്ചതുകൊണ്ടാണ് മത്തൻ ഗുരു ഒരു മുഴുമത്തൻ സ്നേഹ സമ്മാനമായിട്ട് ആമിനയ്ക്ക് കൊടുത്തത് അല്ലേ? അപ്പോൾ ഏത് വരും? ഓപ്ഷൻ സി മത്തൻ ഗുരുവിനെ ലാളിച്ചതുകൊണ്ട്. അടുത്ത ചോദ്യം, ശങ്കരൻ വികൃതിക്കുട്ടിയാണെന്ന് സൂചിപ്പിക്കുന്ന പദമേത്? ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു പദമുണ്ട്. എ കുരുത്തം കെട്ടവൻ, ബി കുസൃതിക്കുട്ടൻ, സി മത്തൻ വള്ളി, ഡി മത്തൻ കുരു. സിയും ഡിയും ഒരിക്കലാവില്ല. പിന്നെ കഥയിൽ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? കുരുത്തം കെട്ടവൻ അല്ലേ? അപ്പോൾ ഏത് രീതിയിലാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? നമ്മൾ പാരഗ്രാഫ് ആദ്യം നന്നായി വായിച്ചിരിക്കണം. ഇനി അതേപോലെ ഒരു ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഡേ Dicky the dog was on his way home holding a bone in his mouth. He had to cross a river. He stepped onto the bridge. He looked down into the water and saw his own reflection. He thought that it was another dog with another bone. Dicky got angry and barked at it. As he opened his mouth, the bone dropped into the water. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. Now answer the questions. What was Dicky holding in his mouth? A chick, a bone, a toy. What was that? Yes, a bone. Next question. On his way, Dicky had to cross a dash. Dicky had to cross a river, field, road. Which was that? യെസ്, എ റിവർ. മറ്റൊരു ചോദ്യം നോക്കാം. മലയാളമാണ്. കവിത ശ്രദ്ധയോടെ വായിക്കുക. മഴയുടെ തേങ്ങലു മാറ്റാൻ അങ്ങനെ വേനൽ ചിരിച്ചൊരു വരമുണ്ട്. ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട്. വീടും വീടിനകവും എല്ലാം
വെയിലു കുളിച്ചൊരു നിൽപ്പുണ്ട്, രാവിലെയായാൽ തൊടി നിറയും പടി, വെയിലിൻ പുഴയൊഴുകാറുണ്ട്, വൈകുന്നേരം കുന്നിൻ ചെരുവിൽ വെയിലിന് നല്ലൊരു കളിയുണ്ട്, കളിയും തീർന്ന് കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട്. എം ജയകൃഷ്ണൻ്റെ ഒരു കവിതയാണ്. നമുക്ക് കവിതേൻ്റെ ആസ്പദമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. മഴയുടെ തേങ്ങൽ മാറ്റാൻ ആരാണ് വരുന്നത്? മിന്നൽ, ഇടി, വേനൽ, കാറ്റ്. അതിനകത്ത് മുഴുവൻ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? വേനലിനെ കുറിച്ചാണ് അല്ലേ? വെയിൽ. യെസ്, വേനൽ. അടുത്ത ചോദ്യം, ഈ കവിതയിലെ വെയിലിന് ആരുടെ സ്വഭാവമാണുള്ളത്? ഒരു വൃദ്ധൻ്റെ സ്വഭാവമാണോ, അമ്മയുടെ ആണോ, കുട്ടിയുടെ ആണോ, പുലിയുടെ ആണോ? ആരുടെയാണ് മക്കളെ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു കുട്ടിയുടെ സ്വഭാവമാണ് അല്ലേ? കാരണം എന്താണ്? വെയിൽ വരുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് വെയിലിനൊരു വൈകുന്നേരം ഒരു കളിയുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ വെയിൽ കരഞ്ഞുകൊണ്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ കളി തോറ്റതുകൊണ്ടായിരിക്കാം അല്ലേ? അപ്പോൾ ഒരു കുട്ടിയുടെ സ്വഭാവമാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ പറ്റുന്നത്, കുട്ടി. അടുത്തത്, വേനൽ ചിരിച്ചു എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്? കുട്ടി ചിരിച്ചു എന്നാണോ, മാനം തെളിഞ്ഞു എന്നാണോ, ഭൂമി കറുത്തു എന്നാണോ, ആകാശത്ത് കാർമേഘം വന്നു എന്നാണോ? വേനൽ ചിരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? വെയിൽ വന്നു എന്നാണ് അല്ലേ? അപ്പോൾ എന്താ, വെയിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാനം തെളിഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ബി, മാനം തെളിഞ്ഞു. അടുത്ത ചോദ്യം, രാവിലെ ആയാൽ തൊടിയിൽ നിറയുന്നത് എന്താണ്? വെയിലാകുന്ന പുഴ, വെള്ളം, പൂക്കൾ, പൂത്തുമ്പികൾ അല്ലേ? കവിതയിൽ തന്നെ പറയുന്നുണ്ട് വെയിലാകുന്ന പുഴയാണ്. അടുത്ത ചോദ്യം, നേരം സന്ധ്യയായി എന്നർത്ഥത്തിൽ കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ള വരി ഏത്? വേനൽ ചിരിച്ചൊരു വരവുണ്ടാണോ, വെയിലിനു പിന്നൊരു പോക്കുണ്ട് ആണോ, വെയിലിനു നല്ലൊരു കളിയുണ്ട്, വെയിലിൻ പുഴ ഒഴുകാറുണ്ട്? ഏതാണ്? വെയിലിനു പിന്നൊരു പോക്കുണ്ട് അല്ലേ? പോവുക, വെയിൽ പോകുമ്പോഴാണ് എന്താവുന്നത്? നേരം സന്ധ്യയായി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വെയിലിനു പിന്നൊരു പോക്കുണ്ട്. ഓപ്ഷൻ ബി. Here's another English model question for you. Let's read the story. A little sparrow was very thirsty. She went near a stream to drink water, but she couldn't see a single drop of water. The stream was dried up. She felt tired, so she sat on the branch of a tree. Suddenly, she saw a boy carrying a pot full of water on his head. She flew down and drank water sitting on the edge of the pot. Now answer the following questions. What was the boy carrying on his head? A pot. Option B, a pot full of water. Option C, basket. Option D, box. എന്താണ്? Yes, option B, a pot full of water. Next question. Why did the sparrow go near the stream? To catch fish, to drink water, to take bath. Why? Yes, it's already said in the story, to drink water. Next question. Pick out the word which means only one from the story. Branch, edge, single. What do you mean by branch? Branch means ശാഖ, മരക്കൊമ്പ് അല്ലേ? എഡ്ജ് എന്ന് പറഞ്ഞാലോ അരിക്. ദെൻ ഓൺലി വൺ മീൻസ് സിംഗിൾ. സോ വിച്ച് ഈസ് ദ ഓപ്ഷൻ? ഓപ്ഷൻ സി, സിംഗിൾ. Last question. Why did the sparrow sit on the branch of the tree? Why? Because she felt tired. Option C. Next set of questions. Here's a poem. Kind hearts are the gardens, kind words are the roots, kind thoughts are the flowers, kind deeds are the fruits. Take care of your garden and keep out the weeds. Fill it with sunshine, kind words and deeds. This is the poem. Now let's see what are the questions. This question is somewhat twisted. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ കൈൻഡ് ഹാർട്ട്സ് കമ്പയർഡ് ടു? കൈൻഡ് ഹാർട്ട്സ് ആർ കമ്പയർഡ് ടു വാട്ട്? യെസ്, കൈൻഡ് ഹാർട്ട്സ് ആർ കമ്പയർഡ് ടു ഗാർഡൻ. Look at the next question. The poem wants to take care of our dash. Actions, hearts, thoughts, deeds. Actually, in the poem it said that the poem wants to take care of our garden. We should look
ടു വാട്ട് ഗാർഡൻ ഈസ് കമ്പയർഡ് ടു. ഗാർഡൻ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പോയത്തിലേക്ക് നോക്കാം. See the second stanza. Take care of your garden. Now look at the first stanza. Kind hearts are the gardens. അപ്പോൾ എന്താണ് ടേക്ക് കെയർ ചെയ്യാൻ പറയുന്നത്? ഗാർഡനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? കൈൻഡ് ഹാർട്ട്സിനോട്. അപ്പോൾ വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ ഹാർട്ട്സ്. Now look at the next question. We should fill the garden with what? Option A fruits, option B weeds, option C sunshine, and option D flowers. Yes, we should fill the garden with sunshine. It's given in the poem. And the next question, what should be kept out of the garden? What should be kept out of the garden? Option A weeds, B flowers, C sunshine. As it's given clearly, we should keep weeds out of the garden. Weeds എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കളകൾ. അടുത്തൊരു മലയാളം പാരഗ്രാഫാണ്. ഉത്സവത്തിമിർപ്പിൽ ചെണ്ടമേളം മുറുകുകയാണ്, ഒപ്പം ആവേശവും മുറുകുന്നു. കെട്ടിയൊരുക്കിയ കുതിരകൾക്ക് മുന്നിൽ എല്ലാം മറന്ന് ആളുകൾ നൃത്തം ചെയ്യുന്നു. ചെണ്ടമേളക്കാരും നൃത്തച്ചുവടുകൾ വയ്ക്കുന്നുണ്ട്. നെറ്റിപ്പട്ടം കെട്ടിയ കരിവീരന്മാർ താളത്തിൽ ചെവിയാട്ടി നിൽക്കുന്നു. ചെണ്ടമേളം അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി. നിർത്താതെ മുഴങ്ങുന്ന പീപ്പിയുടെ ശബ്ദം, അലങ്കാര ബലൂണുകളുടെ വിവിധ വർണ്ണങ്ങൾ, കുട്ടികളിലും മുതിർന്നവരിലും ഉത്സവതാളം. സൂചി വീഴാനിടമില്ലാത്തത്ര ജനക്കൂട്ടം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുന്ന ഉത്സവമേളം. സിനിമാ പാട്ടുകളുടെയും അനൗൺസ്മെൻറ്റുകളുടെയും വെടിക്കെട്ടിൻ്റെയും ശബ്ദം ഉത്സവപ്പറമ്പിൽ ഉയർന്നു പൊങ്ങി. ഉത്സവത്തിൻ്റെ ആഹ്ലാദമേളത്തിൽ ഞാനും അലിഞ്ഞു ചേർന്നു. ഒന്നാമത്തെ ചോദ്യം, ആരുടെ മുന്നിലാണ് ആളുകൾ എല്ലാം മറന്ന് നൃത്തം ചെയ്യുന്നത്? ഓപ്ഷൻ എ കെട്ടിയൊരുക്കിയ കുതിരകൾക്ക് മുന്നിൽ, ഓപ്ഷൻ ബി നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾക്ക് മുന്നിൽ, ഓപ്ഷൻ സി ചെണ്ടക്കാരുടെ മുന്നിൽ. പാരഗ്രാഫിൽ നോക്കിക്കേ. യെസ്, രണ്ടാമത്തെ വരി, കെട്ടിയൊരുക്കിയ കുതിരകൾക്ക് മുന്നിൽ എല്ലാം മറന്ന് ആളുകൾ നൃത്തം ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എ കെട്ടിയൊരുക്കിയ കുതിരകൾക്ക് മുന്നിൽ. അടുത്ത ചോദ്യം, ചെണ്ടമേളത്തോടൊപ്പം താളത്തിൽ ചെവിയാട്ടി നിൽക്കുന്നതാര്? ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, കാരണം പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് കരിവീരന്മാർ താളത്തിൽ ചെവിയാട്ടി എന്നാണ്. അപ്പോൾ കരിവീരന്മാർ, കരി എന്ന് പറയുന്നത് ആനയുടെ പര്യായ പദമാണെന്ന് കൂട്ടുകാർ അറിഞ്ഞിരിക്കണം. അപ്പോൾ കാളകളല്ല, കുതിരകളല്ല. ഓപ്ഷൻ സി ആനകൾ. ചെണ്ടമേളത്തോടൊപ്പം താളത്തിൽ ചെവിയാട്ടി നിൽക്കുന്നത് ആരാ മക്കളെ? ആനകൾ. അടുത്തത്, ഉത്സവത്തിൻ്റെ ആഹ്ലാദമേളത്തിൽ ഞാനും അലിഞ്ഞു ചേർന്നു. അടിവരയിട്ട പദത്തിന് പകരം പദം കണ്ടെത്തുക. ആഹ്ലാദമാണ് അടിവരയിട്ടിരിക്കുന്നത്, കുട്ടികൾ കാണില്ല. അപ്പം ആഹ്ലാദത്തിന് പകരം വരുന്ന ഒരു പദം അല്ലെങ്കിൽ സമാന പദം എന്നൊക്കെ പറയില്ലേ നമ്മൾ, പര്യായം എന്നൊക്കെ പറയുന്നത്. സന്താപമാണോ, സന്തോഷമാണോ, അത്ഭുതമാണോ? സന്താപം എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? സാഡ് അല്ലേ, ഭയങ്കര സങ്കടം. സന്താപം എന്ന് പറഞ്ഞാൽ സങ്കടം. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹ്ലാദം അല്ലേ. ഇനി അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? വണ്ടറടിച്ച് നിൽക്കുക അല്ലേ, അതിശയം, അതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഉത്സവത്തിൻ്റെ ആഹ്ലാദമേളത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷം. യെസ്, അപ്പോൾ നമുക്ക് സന്തോഷം, ഓപ്ഷൻ ബി സന്തോഷം. അടുത്ത ചോദ്യം, മേളത്തിൽ അലിഞ്ഞു ചേർന്നു എന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്ത്? മേളം കണ്ടു നിന്നു എന്നാണോ? മേളക്കാർക്കിടയിൽ നിന്ന് താളം പിടിച്ചു എന്നാണോ? മനസ്സും ശരീരവും മേളത്തിൽ ലയിച്ചു എന്നാണോ? വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. മേളത്തിൽ അലിഞ്ഞു ചേരുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സും ശരീരവും മേളത്തിൽ ലയിച്ചു. അപ്പോൾ ഓപ്ഷൻ സി. ഇതിനകത്തെ അവസാനത്തെ ചോദ്യം, ജനത്തിരക്കിനെ വിശേഷിപ്പിക്കുന്ന പ്രയോഗം ഏത്? പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം, സൂചി വീഴാനിടമില്ലാത്തത്ര ജനത്തിരക്ക് എന്നൊരു വാക്ക് അവിടെ പറയുന്നുണ്ട്. സൂചി വീഴാനിടമില്ല എന്ന് പറഞ്ഞാൽ എന്താ? കാല് കുത്താൻ സ്ഥലമില്ല. അപ്പം അലിഞ്ഞു ചേർന്നു അല്ല, ഉയർന്നു പൊങ്ങിയല്ല. എന്താണ്? ഓപ്ഷൻ എ സൂചി വീഴാനിടമില്ലാത്തത്ര. അടുത്ത് തന്നിരിക്കുന്ന ഒരു കവിതയാണ് നാലിതൾ പൂവ്. കുട്ടൻ രോമന പൊൻപനിനീർ ചെടി മുറ്റത്ത് നട്ടു നനച്ചിരുന്നു. പൊട്ടിത്തഴച്ചു തളിർത്തിളം കമ്പുകൾ മുറ്റി വളർന്നത് മൊട്ടണിഞ്ഞു. ആദ്യത്തെ മുട്ടിനു ചുണ്ട് ചോന്നില്ലവൻ 1000 പൂക്കൾ വിരിഞ്ഞിതുള്ളിൽ. 1000 പൂക്കാലമൊപ്പമെത്തി പാരിലാദ്യത്തെ പൂവൊന്ന് കൺമിഴിക്ക്.
കമ്പം പിടിച്ചൊരു പൂമ്പുലരിക്കെന്തൊരിമ്പമാ മുറ്റത്തു നൃത്തമാടാൻ. കുട്ടനാ മുറ്റത്തിളവെയിലിൽ തന്നെ പൊട്ടിത്തരിച്ചു കുളിർത്തു നിന്നു. മൂത്തവരാരാനുമാവഴി ചെല്ലുകിൽ മറ്റൊരു പൂവെന്നേ സങ്കൽപ്പിക്കാം. ഇടശ്ശേരിയുടെ ഒരു കവിതയാണ് നാലിതൾ പൂവ്. ഇനി ചോദ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസർ. കുട്ടൻ മുറ്റത്ത് നട്ട് നനച്ചത് ഏത് ചെടിയായിരുന്നു? തുളസി ചെടി, തുമ്പച്ചെടി, പൊൻ പനിനീർ ചെടി. ഏതാ മക്കളെ? പൊൻ പനിനീർ ചെടി. രണ്ടാമത്തെ ചോദ്യം, അന്ന് 1000 പൂക്കൾ വിരിഞ്ഞതുള്ളിൽ. എപ്പോൾ? കമ്പുകൾ പൊട്ടിത്തഴച്ചപ്പോൾ, ആദ്യത്തെ മുട്ടിൻ്റെ ചുണ്ട് ചുവക്കുന്നതിന് മുമ്പ് തന്നെ, മുറ്റത്ത് ചെടി നട്ടപ്പോൾ. എപ്പോഴാണ് 1000 പൂക്കൾ വിരിഞ്ഞതുള്ളിൽ? യെസ്, എപ്പോഴാണ്? ആദ്യത്തെ മുട്ടിൻ്റെ ചുണ്ട് ചുവക്കുന്നതിന് മുമ്പ് തന്നെ 1000 പൂക്കൾ വിരിഞ്ഞതുള്ളിൽ എന്നാണ് കവിതയിൽ പറയുന്നത്. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ ബി. എന്തൊരിമ്പമാ മുറ്റത്തു നൃത്തമാടാൻ. ആർക്ക്? ചെടിക്ക്, കുട്ടന്, പൂമ്പുലരിക്ക്. കവിതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കമ്പം പിടിച്ചൊരാ പൂമ്പുലരിക്കെന്തൊരിമ്പമാ മുറ്റത്തു നൃത്തമാടാൻ. അപ്പോൾ ആർക്കാണ്? പൂമ്പുലരിക്ക്. അടുത്ത ചോദ്യം, മുറ്റത്തിളവെയിലിൽ തന്നെ പൊട്ടിത്തരിച്ച് കുളിർത്തു നിന്നതാര്? പുലരി, പൊൻപനിനീർ ചെടി, കുട്ടൻ. ആരാണ്? യെസ്, കുട്ടൻ തന്നെയാണ് ഉത്തരം. മൂത്തവരാരെങ്കിലും ആ വഴി വന്ന് കുട്ടനെ കണ്ടാൽ എന്താണ് സങ്കല്പിക്കുക? പൊൻ പനിനീർ ചെടിയെന്ന്, മറ്റൊരു പൂവെന്ന്, ഇളവെയിലെന്ന്. കവിതയുടെ അവസാന ഭാഗത്ത് പറയുന്നതാണ്. ആരായിട്ട് സങ്കല്പിക്കും? മറ്റൊരു പൂവിനെ സങ്കല്പിക്കുക. അവസാനത്തെ വരിയിൽ ആൻസർ ഉണ്ട്. യെസ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം മറ്റൊരു കവിതയാണ്. ഓരോ മുറ്റവും മെഴുകി മിനുക്കിക്കൊണ്ടോണ നിലാവു പരന്ന രാവിൽ, അത്താഴപ്പിൻ പരക്കാതം നടക്കുവാൻ, മുറ്റത്തിറങ്ങവേ കേട്ടു ഞാൻ, മുത്തശ്ശിയമ്മയ്ക്കു 90-ാം കാലത്ത് മുത്തരിപ്പല്ലു മുളച്ചൂല്ലോ. പുത്തരി അവില് കുറിക്കാലോ ഇനി, വെറ്റിലപ്പാക്കും ചവയ്ക്കാലോ, മുറ്റത്തെ മുല്ലയ്ക്ക് ചുറ്റും നിന്നാ കളിക്കുട്ടികൾ കൈകൊട്ടിപ്പാടുന്നു. പാട്ടിനിളനീർ നുണഞ്ഞിട്ടോ, കുളിർക്കാറ്റൊന്ന് മുട്ടിയുരുമ്മിയിട്ടോ, കോരിത്തരിച്ചേ നിന്നല്ലോ നിലാ കോടിയുടുത്തോരരിമുല്ല. ONV കവിതയാണ്. ഒന്നാമത്തെ ചോദ്യം, ഓരോ മുറ്റവും മെഴുകി മിനുക്കിയത് ആരാണ്? യെസ്, രണ്ടാമത്തെ വരിയിൽ ഉത്തരമുണ്ട്. ഓണനിലാവ് പരന്നരാവ്. യെസ്, ഓണനിലാവ്. ഓപ്ഷൻ ബി, ഓണനിലാവ്. രാത്രി നടക്കാനിറങ്ങിയ കവി എന്താണ് കേട്ടത്? അത്താഴപ്പിൻ പരക്കാതെ നടക്കുവാൻ മുറ്റത്തിറങ്ങവേ കേട്ടു ഞാൻ. എന്ത് കേട്ടു? യെസ്, മുറ്റം ഒഴുകുന്ന ശബ്ദം. മുത്തശ്ശി അമ്മയ്ക്ക് മുത്തരിപ്പല്ല് മുളച്ചു എന്നത് കാറ്റിൻ്റെ ശബ്ദം. എന്താണ്? മുത്തശ്ശി അമ്മയ്ക്ക് 90-ാം കാലത്ത് മുത്തരിപ്പല്ല് മുളച്ചുല്ലോ. അപ്പോൾ ഏതാണ്? യെസ്, മുത്തശ്ശി അമ്മയ്ക്ക് മുത്തരിപ്പല്ല് മുളച്ചു എന്നത്. അടുത്ത ചോദ്യം, മുല്ലയ്ക്ക് ചുറ്റും നിന്ന് ആരാണ് കൈകൊട്ടി പാടിയത്? മുറ്റത്തെ മുല്ലയ്ക്ക് ചുറ്റും നിന്ന കളിക്കുട്ടികൾ കൈകൊട്ടി പാടുന്നു. ആരാണ്? കുട്ടികൾ, പൂക്കൾ, കവി. കുട്ടികൾ. അടുത്ത ചോദ്യം, ആരാണ് കോരിത്തരിച്ചു നിന്നത്? കുളിർക്കാറ്റ്, പൂന്തോട്ടം, അരിമുല്ല. കവിതയിൽ തന്നെ പറയുന്നുണ്ട് അവസാനത്തെ വരികൾ. കോരിത്തരിച്ചു നിന്നല്ലോ നിലാക്കോടിയുടുത്തൊരാ അരിമുല്ല. അപ്പോൾ ആരാണ്? അരിമുല്ല. അടുത്ത ചോദ്യം, ഈ കവിതയിൽ രാത്രി ഭക്ഷണം എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കവി രാത്രി ഭക്ഷണത്തിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഏത് കേൾക്കുന്നത്? മുത്തശ്ശിക്ക് പല്ല് മുളച്ച കാര്യം കേൾക്കുന്നത്. അപ്പം രാത്രി ഭക്ഷണത്തിന് പകരം പറയുന്ന വാക്ക് അത്താഴമാണോ, പാക്കാണോ, ഇളനീരാണോ? ഏതാണ്? അത്താഴം. അത്താഴം എന്ന് പറഞ്ഞാൽ ഡിന്നർ, രാത്രി ഭക്ഷണം. യെസ്, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. മേഘങ്ങളുടെ കുഴമറിച്ചിലുകളിൽ നിന്നും മഴമേഘങ്ങൾ മന്ദം മന്ദം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അതെ, മഴയ്ക്കായുള്ള പ്രാർത്ഥനയിലായിരുന്നു കാടൊന്നാകെ. ഞാനും അതിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. ആനന്ദത്തോടെ ഞാൻ വൃക്ഷങ്ങൾ മൂടിയ മേലാപ്പിനടിയിലൂടെ മഴമേഘങ്ങളെ വണങ്ങി. പൊടുന്നനെ അജ്ഞാതമായ ഏതോ ഗന്ധം. ഓർമ്മകളിൽ ഗന്ധങ്ങൾ നിറഞ്ഞ ഊടുവഴികളിലൂടെ പിന്നോട്ട് സഞ്ചരിക്കാൻ ശ്രമിച്ചു. അതിന് കടലിൻ്റെയും മേഘങ്ങളുടെയും ഗന്ധം ഉണ്ടായിരുന്നുവോ? അത് വേനൽ മഴയുടെ സാന്നിധ്യം അറിയിക്കലായിരുന്നു.
മഴ ആരംഭിക്കുകയായി. ആകാശം മറച്ചു പിടിച്ച വൃക്ഷശാഖകൾ ഒന്നാകെ ആദ്യത്തെ മഴത്തുള്ളികളെ താഴെ വീഴാതെ ഇലക്കുമ്പിളിൽ ശേഖരിച്ചു. ഞാൻ പിന്നെയും മഴയ്ക്കായി കാത്തിരുന്നു. എങ്ങനെയോ ഇലകളിൽ നിന്ന് ചോർന്നൊരു മഴത്തുള്ളി മുഖത്തു പതിച്ചു. ഒരു നിമിഷം പിടഞ്ഞുവോ, അതിൽ സാഗരഗന്ധവും ഇരമ്പലും ഞാൻ അനുഭവിച്ചു. പിന്നെ പൊടുന്നനെ ഇലച്ചാർത്തുകൾ ഉലഞ്ഞു. മഴയിലൂടെ ആകാശം ഭൂമിയെ തൊട്ടു, എന്നെയും. എന്നെ നസീറിൻ്റെ ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഇനി ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. മേഘങ്ങളുടെ കുഴമറിച്ചിലുകളിൽ നിന്ന് മന്ദം മന്ദം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് എന്ത്? മൂടൽമഞ്ഞ്, മഴമേഘങ്ങൾ, സൂര്യൻ. ആരാ മക്കളെ? യെസ്, മഴമേഘങ്ങൾ. അടുത്ത ചോദ്യം, കാടൊന്നാകെ എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു? വെളിച്ചത്തിന്, മൃഗങ്ങൾക്ക്, മഴയ്ക്ക്. യെസ്, ഇറ്റ്സ് വെരി ക്ലിയർ, മഴയ്ക്ക്. ഓപ്ഷൻ സി, മഴയ്ക്ക്. വൃക്ഷശാഖകൾ മഴത്തുള്ളികളെ താഴെ വീഴാതെ ശേഖരിച്ചത് എവിടെ? കൈക്കുമ്പിളിൽ, ഇലക്കുമ്പിളിൽ, ശാഖകളിൽ. കൃത്യമായി പറയുന്നുണ്ട്. ഓപ്ഷൻ ബി, ഇലക്കുമ്പിളിൽ. അടുത്ത ചോദ്യം, വൃക്ഷശാഖകൾ എന്തിനെയാണ് മറച്ചു പിടിച്ചത്? ആകാശത്തെ, ഭൂമിയെ, നക്ഷത്രത്തെ. ആരെയാണ്? യെസ്, ആകാശത്തെ. ആകാശം മറച്ചു പിടിച്ച വൃക്ഷശാഖകളെ എന്ന് പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സന്തോഷം എന്ന വാക്കിന് പകരം വരുന്ന ഒരു വാക്ക് ഗദ്യഭാഗത്തു നിന്ന് കണ്ടെത്തുക. അജ്ഞാതം, ഗന്ധം, ആനന്ദം. അജ്ഞാതം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ, നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ, അതൊക്കെയാണ് അജ്ഞാതം, അറിവില്ലാത്തത്. ഗന്ധം എന്ന് പറഞ്ഞാൽ മണമാണ്. ഓക്കെ, സുഗന്ധം, ദുർഗന്ധം എന്നൊക്കെ കേട്ടിട്ടില്ലേ? പിന്നെ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അതാണ് നമുക്ക് വേണ്ടത്, സന്തോഷം. സന്തോഷത്തിൻ്റെ ഒരു പര്യായ പദമാണ് ആനന്ദം. Another picture story. Here's a story given. Read the story carefully and answer the following questions. The butterfly was very hungry. She was looking for food. She saw a flower. The butterfly got some nectar from the flower. It's sweet, said the butterfly. A snake was watching all this. The snake moved towards the butterfly. Billu, the dog, saw the snake. Bow, wow! He barked at the snake. Suddenly, the butterfly flew up. Thank you, dear, the butterfly said to Billu. Now choose the correct answers. The butterfly was looking for food, water, food, flower, Billu. Yes, the butterfly was looking for food. Next question. The snake wanted to catch the dog, butterfly, flower. Yes, it's very clear, the butterfly. It's sweet. Who said this? Billu, the snake, the butterfly. Yes. Who's that? The butterfly. She tasted the nectar and she said, it's sweet. So it's the butterfly. Next question. Who saved the butterfly? Option A, snake. Option B, Billu the dog. Option C, friend. Option D, flower. Yes, option B, Billu the dog. Billu the dog saved butterfly. Okay, dear friends, this is the end of this video. I hope all of you liked this video. Thank you for watching.